ഒന്ന് രാജാക്കന്മാർ അധ്യായം 22. അരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. മൂന്നാം ആണ്ടിലെ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്, ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ലയുടെ മകനായ മീകായാവ് എന്നൊരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുത് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ചു ഇമ്ലയുടെ മകനായ മീകായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കിൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനം തീർന്നു. പ്രവാചകന്മാരൊക്കെ അവരുടെ സന്ധിയെ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനയനയുടെ മകനായ സിദെക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പ് ഉണ്ടാക്കി, ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയുമെന്ന് ഈ പ്രകാരം യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. മീകായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തിൻ്റെതുപോലെ ഇരിക്കണം. നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീകായാവ്, യഹോവയാണ്, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീകായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തെ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണമെന്ന് ചോദിച്ചു. അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങി പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക, യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ആഹാബൻ ചെന്ന് ഗിലെയാദിലെ രാമോത്ത് വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെ ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരെ വായിൽ ബോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ, യഹോവ ബോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കെനയനയുടെ മകനായ സിദെക്കിയാവ് അടുത്ത് ചെന്ന് മീകായാവിന്റെ ചീട്ടത്തടിച്ചു. നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീകായാവ്, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, മീകായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാശിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവനെ കാരാഗൃഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന് അപ്പവും ഞെരുക്കത്തിന് വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുക. അതിന് മീകായാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ എന്നും അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കിടക്കും, നീ രാജവസ്ത്രം ധരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കിടന്നു. എന്നാൽ അരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടുമാറിപ്പോന്നു. എന്നാൽ ഒരുത്തൻ എതിർച്ചയാ വില്ലുകൊളിച്ചു ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു. അവൻ തന്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാൻ, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി. മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്കും താന്താന്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമരിയിലേക്ക് കൊണ്ടുവന്നു. അവർ രാജാവിനെ ശമരിയിൽ അടക്കം ചെയ്തു. രഥം ശമരിയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവന്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകൾ അവിടെ കുളിച്ചു. ആഹാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു നോക്കി. അവൻ ആനക്കൊമ്പ് കൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളിലെയും വിവരവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാബ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ആസയുടെ മകനായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ 4-ാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി. യഹോശാഫാത്ത് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അസൂബ എന്ന പേർ. അവൾ ശിൽഹിയുടെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു. അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല. ജനം പൂജാഗിരിയുടെ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോകുന്നു. യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു.
യഹോശാഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്തം പ്രസിദ്ധീകരിക്കുന്നുവല്ലോ. തന്റെ അപ്പനായ ആസയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷ മൈദനക്കാരെ അവൻ ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. ആ കാലത്ത് ഏതോമിൽ രാജാവില്ലായകൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു. ഓഫീരിൽ പൊന്നിന് പോകേണ്ടതിന് യഹോശാഫാത്ത് തർശീഷ് കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ കപ്പലുകൾ എസ്യോൻ ഗേബരിൽ വെച്ച് ഉടഞ്ഞു പോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അന്നേരം ആഹാബിന്റെ മകനായ യഹസ്യാവ് യഹോശാഫാത്തിനോട്, നിന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്തിന് മനസ്സിലായിരുന്നു. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. ആഹാബിന്റെ മകനായ യഹസ്യാവ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 17-ാം ആണ്ടിൽ ശമരിയയിൽ ഇസ്രായേലിന് രാജാവായി. ഇസ്രായേലിൽ 2 സംവത്സരം വാണു. അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്ത് നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ വഴിയിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു. തന്റെ അപ്പൻ ചെയ്ത പോലെയൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു.